LP സ്കൂൾ റാങ്ക് ലിസ്റ്റിൽ ഒരാൾക്ക് പോലും ഇതുവരെ നിയമനം ലഭിച്ചിട്ടില്ല. കഴിവുകളില്ലാതെ പരീക്ഷ നടത്തി ഉദ്യോഗാർത്ഥികളെ പ്രതിസന്ധിയിലാക്കുകയാണ് PSC. ഇതിനിടയിൽ പ്രായപരിധി ഉയർത്തിയതിനോട് മികച്ച പ്രതികരണമല്ല ഉദ്യോഗാർത്ഥികളിൽ നിന്നും വരുന്നത്. ചില പ്രതികരണങ്ങൾ നമുക്ക് നോക്കാം. പ്രായം കൂട്ടിയത് സ്വാഗതാർഹം തന്നെയാണ്, നല്ലൊരു ഡിസിഷൻ തന്നെയാണ്, നല്ലൊരു ഇതായിട്ട് നമുക്ക് എടുക്കാം. പക്ഷേ അതൊരു 30 വയസ്സ് കഴിഞ്ഞിട്ട് PSCനെ കുറിച്ച് ചിന്തിക്കുന്നവർക്ക് അത് നല്ല ബെനിഫിറ്റ് ആയിരിക്കും. പക്ഷേ അതുകൊണ്ട് മാത്രം കാര്യമായില്ല. നമുക്ക് പ്രായം കൂട്ടിയത് കൊണ്ട് എല്ലാ വയസ്സിലും 40 വയസ്സിലാണെങ്കിലും ലിസ്റ്റിലുണ്ട് എന്ന് പറയാൻ പറ്റുള്ളൂ. നമുക്ക് ലിസ്റ്റിൽ വന്നിട്ട് നിയമനം ഒന്നും നടക്കുന്നില്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് എന്താ ഒരു പ്രയോജനം എന്നുള്ളതാണ് ഞങ്ങൾ. കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിലുള്ള നിയമന നടപടികൾ പോലും ഇപ്പോഴും പൂർത്തിയായിട്ടില്ല. അപ്പോൾ അത് അവരുടേത് കഴിഞ്ഞത് ശേഷം മാത്രമേ ഞങ്ങൾക്കൊരു അവസരം കിട്ടുന്നുള്ളൂ. ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷം ഇപ്പം തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി എത്രത്തോളം ഈ വരുന്ന 2 വർഷങ്ങളിൽ നിയമനം നടക്കും എന്നുള്ളത് ഞങ്ങൾക്ക് വളരെയധികം പ്രയാസപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. മുഹമ്മദ് ഷഹീദ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഷഹീദ്, ഗുഡ് മോർണിംഗ്. ഈ LP സ്കൂൾ റാങ്ക് ലിസ്റ്റിൽ ഒരാൾക്ക് പോലും ഇതുവരെ നിയമനം ലഭിച്ചിട്ടില്ല എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പ്രായപരിധി കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട വിവിധ ആശങ്കകളും ആകാംക്ഷകളും ഇവരൊക്കെ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. തീർച്ചയായും PSCയുടെ പ്രായപരിധി കൂട്ടിയത് സ്വാഗതാർഹമാണ്. ഉദ്യോഗാർത്ഥികൾ പൊതുവെ അതിനെ സ്വാഗതം ചെയ്യുന്നതാണ്. കാരണം അവർക്ക് പരീക്ഷ എഴുതാനും ജോലി കിട്ടാനുള്ള അവസരം നഷ്ടപ്പെടാതെ കൂടുതൽ സമയം ലഭിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ ഇവർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ LP സ്കൂൾ PSC റാങ്ക് ലിസ്റ്റിൽ വന്ന ഉദ്യോഗാർത്ഥികളാണ്. അവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം 2025 മെയ്യിലാണ് ഈ റാങ്ക് ലിസ്റ്റ് പുറത്തു. പക്ഷേ ഇതുവരെ ഏകദേശം 1 വർഷം ആവാറായി. ഇതുവരെ ഒരു നിയമനം പോലും ഈ റാങ്ക് ലിസ്റ്റിൽ നിന്നും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് അവർ സാധാരണഗതിയിൽ ഒരു പുതിയ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ പഴയ റാങ്ക് ലിസ്റ്റ് അതിൻ്റെ സമയപരിധി കഴിയും. പുതിയ റാങ്ക് ലിസ്റ്റിലാണ് നിയമനം നടത്തേണ്ടത്. പക്ഷേ ഇപ്പോൾ PSC ചെയ്തിരിക്കുന്നത് പഴയ റാങ്ക് ലിസ്റ്റിൽ അവസാന ഘട്ടത്തിലേക്കുള്ള ആളുകൾക്ക് കൃത്യമായ നിയമനം ഇവർക്ക് അഡ്വൈസ് മെമ്മോ നൽകിയിരിക്കുകയാണ്. അതായത് ഈ വേക്കൻസി കൃത്യമായിട്ടില്ല, പല ഒഴിവുകളും ഇല്ലാതെ തന്നെ ഇനി വരാനുള്ള ഒഴിവുകളിലേക്ക് അഡ്വൈസ് മെമ്മോ നൽകിയിരിക്കുകയാണ്. സ്വാഭാവികമായും എല്ലാ ഉദ്യോഗാർത്ഥികളും സമന്മാരാണ്. അവർക്ക് തൊഴിലവസരം കിട്ടുക എന്നുള്ളത് പ്രാധാന്യമാണ്, അല്ലെങ്കിൽ ആ തരത്തിൽ അതിനെ കാണേണ്ടതില്ല. പക്ഷേ ഒരു പ്രശ്നമുള്ളത്, ഈ പുതിയ PSCക്ക് പുതിയ നോട്ടിഫിക്കേഷൻ വരുന്നു, അതിനുവേണ്ടി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നു, മാസങ്ങളും വർഷങ്ങൾക്കും എടുത്ത് ഒരുങ്ങിയിരുന്ന് അതിനുവേണ്ടി സമയം ഇൻവെസ്റ്റ് ചെയ്ത് അങ്ങനെ പ്രയാസപ്പെട്ട് പരീക്ഷ എഴുതി ലിസ്റ്റിൽ വരുന്ന ആളുകൾക്ക് അവരെ നോക്കുകുത്തിയാകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അത്രയും കാലം അവരതിനുവേണ്ടി ചെലവഴിച്ച സമയം മുഴുവൻ നഷ്ടപ്പെടുകയാണ്. പ്രത്യേകിച്ചും ഒരു തസ്തികകളിലേക്കൊക്കെ അതിനുവേണ്ടി ഡെഡിക്കേറ്റഡായി പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികളാണ്. അവരിങ്ങനെ ലിസ്റ്റ് പ്രിപ്പയറായി ഇപ്പോൾ തങ്ങൾക്ക് ജോലി ലഭിക്കുമെന്ന് കാത്തിരിപ്പിക്കുന്നു സർക്കാർ അല്ലെങ്കിൽ PSC സംവിധാനം എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം. അത് LP സ്കൂൾ അധ്യാപികന്മാർ മാത്രമല്ല, LD ക്ലർക്ക് ഉൾപ്പെടെയുള്ള മറ്റ് പല തസ്തികകളിലും സമാനമായ സാഹചര്യമുണ്ട് എന്നുള്ളതാണ് അവർ ഉന്നയിക്കുന്നത്. അതായത് ഒഴിവുകൾ കൃത്യമായി ഇല്ലാതെ ആ രീതിയിൽ രേഖപ്പെടുത്തുകയോ അല്ലെങ്കിൽ ആ രീതിയിൽ കണക്കെടുക്കുകയോ ചെയ്യാതെ PSC പരീക്ഷ നടത്തുന്നു, ലിസ്റ്റ് തയ്യാറാക്കുന്നു, ഉദ്യോഗാർത്ഥികൾ അതിനുവേണ്ടി കാത്തിരിക്കുന്നു. അവരുടെ സമയവും അവരുടെ വിലപ്പെട്ട യുവത്വവും ഒക്കെ അങ്ങനെ നഷ്ടപ്പെടുന്നു എന്നുള്ളൊരു പരാതിയാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. പിന്നെ ചില ആരോപണങ്ങളൊക്കെ അവർ ഉന്നയിക്കുന്നുണ്ട്. കഴിഞ്ഞ ലിസ്റ്റിൽ ചില വേണ്ടപ്പെട്ട ആളുകൾക്ക് വേണ്ടിയാണ് ഇങ്ങനെ, കഴിഞ്ഞ ലിസ്റ്റിൽ അവസാന ഘട്ടത്തിലുള്ള ചില ആളുകളെ നിയമനം ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് അവർക്ക് ഈ വേക്കൻസി ഇല്ലാതെ, ഒഴിവില്ലാതെ തന്നെ അഡ്വൈസ് മെമ്മോ നൽകുകയും ഇനി ഭാവിയിൽ വരാനുള്ള ഒഴിവുകളിലേക്ക് അവരെ അതിനുവേണ്ടി നിയമിക്കാൻ വേണ്ടി അവസരമൊരുക്കുകയാണെന്നുള്ള ചില ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട്. അക്കാര്യത്തിലൊക്കെ ഇനി വ്യക്തത PSC ആണ് മറുപടി പറയേണ്ടത്. പക്ഷേ വളരെ സംശയാസ്പദമായി കൂടിയാണ് ഈ സാഹചര്യത്തെ കാണുന്നത് എന്നതാണ് മുഹമ്മദ് ഷഹീദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. അതായത് ഈ പ്രായപരിധി കൂട്ടുന്നത് എന്തിനു വേണ്ടിയാണ്, ഇതിന് പിന്നിൽ എന്തെങ്കിലും ഉദ്ദേശമാണോ ദുരുദ്ദേശമാണോ തുടങ്ങി പല കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടുക കൂടിയാണ് ഈ സന്ദർഭത്തിൽ ചെയ്യുന്നത്.